അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആൻ 18-ാം ജുസ്, അധ്യായം 23, സൂറത്തുൽ മുഅ്മിനൂൻ, 33 മുതൽ 44 വരെയുള്ള ആയത്തുകൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وقال الملأ من قومه الذين كفروا وكذبوا بلقاء الآخرة وأترفناهم في الحياة الدنيا ما هذا إلا بشر مثلكم يأكل مما تأكلون منه ويشرب مما تشربون. അദ്ദേഹത്തിന്റെ ജനതയിൽ നിന്ന് അവിശ്വസിക്കുകയും പരലോകത്തെ കാണുന്നതിനെ വ്യാജമാക്കുകയും ഐഹിക ജീവിതത്തിൽ നാം സൗഖ്യം നൽകുകയും ചെയ്തിട്ടുള്ളവരായ പ്രമുഖ സംഘം പറഞ്ഞു, ഇവൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ എന്നല്ലാതെ അല്ല. നിങ്ങൾ തിന്നുന്നതിൽ നിന്ന് അവൻ തിന്നുകയും നിങ്ങൾ കുടിക്കുന്നതിൽ നിന്ന് അവൻ കുടിക്കുകയും ചെയ്യുന്നു. വലഇൻ അത്അഅ്തും ബശറൻ മിസ്ലകും ഇന്നകും ഇദൻ ലഖാസിറൂൻ. നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യനെ നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ നിശ്ചയമായും അപ്പോൾ നിങ്ങൾ നഷ്ടക്കാർ തന്നെയാണ്. അയഇദുകും അന്നകും ഇദാ മിത്തും വകുൻതും തുറാബൻ വഇളാമൻ അന്നകും മുഖ്റജൂൻ. നിങ്ങൾ മരിച്ച് മണ്ണും എല്ലുമായി തീർന്നാലും നിങ്ങൾ, അതായത് രണ്ടാമതും, പുറത്തു കൊണ്ടുവരപ്പെടുന്നവരാണെന്ന് അവൻ നിങ്ങളോട് താക്കീത് നൽകുന്നുവോ? ഹൈഹാത ഹൈഹാത ലിമാ തുഅദൂൻ. നിങ്ങളോട് താക്കീത് നൽകപ്പെടുന്ന കാര്യം വളരെ വിദൂരം. ഇൻ ഹിയ ഇല്ലാ ഹയാതുനാ ദുനിയാ നമൂതു വനഹ്യാ വമാ നഹ്നു ബിമബ്ഊസീൻ. അതായത് ജീവിതമെന്നത് നമ്മുടെ ഐഹിക ജീവിതമല്ലാതെ ഇല്ല. നാം മരിക്കുന്നു, ജീവിക്കുകയും ചെയ്യുന്നു. നാം ഉയിർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവരല്ല തന്നെ. ഇൻ ഹുവ ഇല്ലാ റജുലുൻ ഇഫ്തറാ അലല്ലാഹി കദിബൻ വമാ നഹ്നു ലഹു ബിമുഅ്മിനീൻ. ഇവൻ അള്ളാഹുവിന്റെ മേൽ വ്യാജം കെട്ടിച്ചമക്കുന്ന ഒരു പുരുഷനല്ലാതെ അല്ല. നാം അവനെ വിശ്വസിക്കുന്നവരല്ല തന്നെ. നാം ജനിച്ചുണ്ടാകുന്നു, കുറെ കഴിയുമ്പോൾ മരിക്കുകയും ചെയ്യുന്നു. മറ്റൊരു കൂട്ടർ വീണ്ടും ജനിക്കുന്നു എന്നല്ലാതെ മരിച്ച ശേഷം ജീവിക്കുക എന്ന പ്രശ്നമേ ഇല്ല. ഇവൻ എന്തൊക്കെയോ കെട്ടിപ്പറയുകയാണ്. അവനെ വിശ്വസിക്കാൻ നിവൃത്തിയില്ല എന്നാണവർ പറയുന്നത്. ഇങ്ങനെ തന്റെ ജനത വിശ്വസിക്കുവാൻ ഭാവമില്ലെന്നും നിഷേധത്തിലും അവിശ്വാസത്തിലും ഉറച്ചു നിൽക്കുവാൻ തന്നെ തീർച്ചയാക്കിയിരിക്കുകയാണെന്നും ഹൂദ് നബിക്ക് ബോധ്യമായി. ഖാല റബ്ബിൻസുർനി ബിമാ കദ്ദബൂൻ. അദ്ദേഹം പറഞ്ഞു, റബ്ബേ, ഇവർ എന്നെ വ്യാജമാക്കിയിരിക്കുന്നത് കൊണ്ട് നീ എന്നെ സഹായിക്കണമേ. ഖാല അമ്മാ ഖലീലിൻ ലയുസ്ബിഹുന്ന നാദിമീൻ. അവൻ, അതായത് അല്ലാഹു പറഞ്ഞു, നിശ്ചയമായും അല്പകാലം കൊണ്ട് അവർ ഖേദിക്കുന്നവരായിത്തീരുന്നതാണ്. فأخذتهم الصيحة بالحق فجعلناهم غثاء فبعدا للقوم الظالمين. അങ്ങനെ, അതായത് നീതിമുറയനുസരിച്ച് കഠോര ശബ്ദം അവരെ പിടികൂടി. എന്നിട്ട് നാം അവരെ ചണ്ടിയാക്കി, അതായത് നശിപ്പിച്ചു കളഞ്ഞു.
ആകയാൽ അക്രമികളായ ജനതയ്ക്ക്, അതായത് കാരുണ്യത്തിൽ നിന്നും വിദൂരത. കഠോര ശബ്ദം, അട്ടഹാസം, പെട്ടെന്നുണ്ടാകുന്ന ഭയങ്കര നാശം എന്നിങ്ങനെ അർത്ഥങ്ങളുള്ള പദമാണ് സ്വൈഹത്ത്. ആദ്യ സമുദായത്തിന് ബാധിച്ച ശിക്ഷ എന്തായിരുന്നുവെന്ന് ഈ പദം കൊണ്ട് സ്പഷ്ടമാകുന്നില്ല. ജിബ്രീൽ അലൈഹിസ്സലാം വമ്പിച്ച ഒരു ശബ്ദമിട്ടതു മൂലമാണ് അവർ നശിപ്പിക്കപ്പെട്ടതെന്ന് പല മഹാന്മാരും പറഞ്ഞു കാണുന്നു. ഭൂകമ്പം പോലെയുള്ള ഒരു പൊട്ടിത്തെറിയായിരുന്നു അതെന്നും ചിലർ പ്രസ്താവിക്കുന്നുണ്ട്. അള്ളാഹുവിനറിയാം. 31 മുതൽ ഇതുവരെയുള്ള ആയത്തുകൾ സ്വാലിഹ് അലൈഹിസ്സലാം നബിയെയും അവരുടെ സമുദായമായ സമൂദിനെയും കുറിച്ചാണെന്നും ചില വ്യാഖ്യാതാക്കൾ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ഗുസഅൻ എന്ന പദം മലവെള്ളം ഒഴുകി വരുമ്പോൾ അതിലുണ്ടാകുന്ന ചണ്ടി ചവറുകൾക്കാണ് സാക്ഷാൽ ഉപയോഗിക്കപ്പെടുന്നത്. എല്ലാവരും ചത്തൊടുങ്ങി ഛിന്ന ഭിന്നമായി പോയി എന്ന് സാരം. ബുഅദൻ എന്നാൽ ദൂരം, അകലം എന്നൊക്കെയാണ് വാക്കർത്ഥം. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് വളരെ അകലപ്പെട്ട് ശാപകോപങ്ങൾക്ക് പാത്രമായ ദൗർഭാഗ്യത്തെയാണ് കുറിക്കുന്നത്. ثم أنشأنا من بعدهم قرونا آخرين. പിന്നീട് അവരുടെ ശേഷമായി പല തലമുറകളെയും നാം ഉത്ഭവിപ്പിച്ചു. മാ തസ്ബിഖു മിൻ ഉമ്മത്തിൻ അജലഹാ വമാ യസ്തഖിറൂൻ. ഒരു സമുദായവും തന്നെ അതിൻ്റെ അവധിയെ മുൻകടക്കുന്നതല്ല, അതായത് അവധിക്ക് പിന്നിലായി പോകുന്നതുമല്ല. ثم أرسلنا رسلنا تترى كلما جاء أمة رسولها كذبوه فأتبعنا بعضهم بعضا وجعلناهم أحاديث فبعدا لقوم لا يؤمنون. പിന്നീട് നാം നമ്മുടെ ദൂതന്മാരെ, അതായത് റസൂലുകളെ തുടരെ തുടരെ അയച്ചുകൊണ്ടിരുന്നു. ഓരോ സമുദായത്തിനും അതിൻ്റെ ദൂതൻ വരുമ്പോഴെല്ലാം അവർ അദ്ദേഹത്തെ വ്യാജമാക്കുകയാണ് ചെയ്തത്. അങ്ങനെ അവരിൽ ചിലരോട് നാം അനുഗമിപ്പിച്ചു, അതായത് ഒന്നിനു ശേഷം ഒന്നായി നശിപ്പിച്ചു. അവരെ, അതായത് മുഴുവനും നാം കഥാവിഷയങ്ങളാക്കുകയും ചെയ്തു. അപ്പോൾ വിശ്വസിക്കാതിരിക്കുന്ന ജനങ്ങൾക്ക്, അതായത് കാരുണ്യത്തിൽ നിന്നും വിദൂരത. നൂഹ് അലൈഹിസ്സലാം നബിയുടെ ശേഷമുണ്ടായ ഒരു തലമുറയെ പറ്റിയാണ് 31-ാം വചനത്തിൽ പറഞ്ഞിരുന്നത്. പിന്നീടും പല തലമുറകൾ ഉയർന്നു വരികയും അവരെയെല്ലാം അള്ളാഹു റസൂലുകളെ അയച്ചുകൊണ്ടിരിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും റസൂലുകളെ കളവാക്കിയവർക്ക് അള്ളാഹുവിൽ നിന്ന് ശിക്ഷകൾ ബാധിച്ചുവെന്നും മൊത്തത്തിൽ പ്രസ്താവിക്കുകയാണ് ഈ ആയത്തുകൾ. നൂഹ് അലൈഹിസ്സലാമിൻ്റെ ജനതയെയും ആദ് സമൂദ് വർഗങ്ങളെയും കുറിച്ച് പ്രസ്താവിച്ച ശേഷം സൂറത്ത് ഇബ്രാഹിം 9 ഇപ്രകാരം പറയുന്നു: വല്ലദീന മിൻ ബഅദിഹിം ലാ യഅലമുഹും ഇല്ലല്ലാഹ്. അവർക്ക് ശേഷമുള്ളവരും അവരെക്കുറിച്ച് അള്ളാഹു അല്ലാതെ അറിയുകയില്ല. അപ്പോൾ നമുക്ക് വിവരം ലഭിച്ചിട്ടില്ലാത്ത എത്രയോ തലമുറകൾ അതിനുശേഷം കഴിഞ്ഞുപോയിട്ടുണ്ടെന്ന് അനുമാനിക്കാമല്ലോ. അടുത്ത ആയത്തിൽ മൂസ അലൈഹിസ്സലാം നബിയെയും ജനതയെയും സംബന്ധിച്ച് വിവരിക്കുന്നുമുണ്ട്. ആകയാൽ ആദ് സമൂദിനും മൂസ അലൈഹിസ്സലാം നബിയുടെ ജനതയ്ക്കുമിടയിൽ കഴിഞ്ഞു പോയിട്ടുള്ള അനവധി സമുദായങ്ങളെ സംബന്ധിച്ച ഒരു സൂചനയാണ് 42-ാം വചനത്തിലുള്ളത്. ആ സമുദായങ്ങളുടെ ചരിത്രത്തിന്റെ ആകെ സാരം തുടർന്നുള്ള വചനങ്ങളിൽ അള്ളാഹു എടുത്തു കാണിച്ചിരിക്കുന്നു. അവർ അവന്റെ ദൗത്യത്തെയും അവന്റെ ദൂതന്മാരെയും കളവാക്കി നിഷേധിച്ചു. അതുനിമിത്തം അള്ളാഹുവിന്റെ ശാപകോപത്തിനും ശിക്ഷയ്ക്കും അവർ പാത്രമായി തീർന്നു. ഇതാണത്. ഈ സമുദായങ്ങളുടെ എല്ലാം തന്നെ നിഷേധത്തിൽ 2 വാദഗതികൾ അടങ്ങിയിട്ടുള്ളത് കാണാം. ഒന്ന്, നമ്മെപ്പോലെയുള്ള ഒരു മനുഷ്യൻ ദൈവദൂതനാകുന്നതെങ്ങനെ? 2, മരണാനന്തരം വീണ്ടും ജീവിപ്പിക്കപ്പെടുമെന്ന് പറയുന്നത് സംഭവ്യമാണോ? എന്നാൽ
ലോക സൃഷ്ടാവിന്റെ ആസ്തിക്യത്തിൽ അവരാരും നിഷേധം പുറപ്പെടുവിച്ചതായി കാണുന്നില്ല. അതേ സമയത്ത് ആരാധന പലർക്കും ചെയ്യുകയും ചെയ്യും. പരസ്പര വിരുദ്ധമായ ഈ നിലപാട് അവർ സ്വീകരിച്ചത് കാര്യം മനസ്സിലാകാതെയല്ല, ഗർവും ധിക്കാരവും മൂലമായിരുന്നു എന്ന് ഖുർആൻ പലപ്പോഴും എടുത്തു പറഞ്ഞിട്ടുള്ളതാണ്. ധിക്കാരം അതിരു കവിയുമ്പോൾ ഓരോ സമുദായവും അതതിന് നിശ്ചയിക്കപ്പെട്ട കൃത്യസമയത്ത് തന്നെ ഓരോ തരം ശിക്ഷയാൽ അകപ്പെട്ടു നാമാവശേഷമായി പോകുന്നു. അങ്ങനെ അവരുടെ പഴങ്കഥകൾ മാത്രം അവശേഷിക്കുകയും ചെയ്യുന്നു.